നമ്മളുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടു ഒരു വൈഫൈ ഡിവൈസിന്റെ വൈഫൈ പാസ്വേഡ് ബ്രേക്ക് ചെയ്ത് എങ്ങനെ ഒരു നെറ്റ്വർക്കിന്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റ് ഡിവൈസുകളെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്ത് ആ നെറ്റ്വർക്കിന്റെ അകത്ത് വരെ എത്തിക്കഴിഞ്ഞു. ഇനി ആ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് ഡിവൈസസിലേക്ക് നമുക്ക് എങ്ങനെ ആക്സസ് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഇപ്പൊ ഒരു നെറ്റ്വർക്കിന്റെ അകത്തുള്ള എല്ലാ ഡിവൈസിലേക്കും ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അറിയേണ്ടത് അതിനെ പറ്റിയുള്ള മാക്സിമം ഇൻഫർമേഷൻ എങ്ങനെ കിട്ടാം എന്നുള്ളതാണ്. അതായത് ആ നെറ്റ്വർക്കിൽ എത്ര ഡിവൈസസ് കണക്റ്റഡ് ആണ്, ആ ഡിവൈസസിൽ കണക്റ്റഡ് ആയ മറ്റ് ഡിവൈസുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണ്, ഓരോ ഡിവൈസസിന്റെയും സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, OS എന്തൊക്കെയാണ്, അതിന്റെ IP അഡ്രസ്സ്, MAC അഡ്രസ്സ്, ഓപ്പൺ ആയിട്ടുള്ള പോർട്ടുകൾ ഏതൊക്കെയാണ്, ഇതുപോലുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കിട്ടുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളിന്റെ പേരാണ് ZenMap. ഇതൊരു വേറൊരു സോഫ്റ്റ്വെയർ ആണ്, എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ ആണ്. അത് കാളി ലിനക്സിന്റെ അകത്ത് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ZenMap യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ്വർക്കിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള മറ്റെല്ലാ ഡിവൈസുകളും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആ ഡിവൈസുകളിലെല്ലാം എന്ത് OS ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഓപ്പൺ ആയിട്ടുള്ള പോർട്ടുകൾ എന്തൊക്കെയാണ്, അതിന്റെ IP അഡ്രസ് എന്താണ്, MAC അഡ്രസ് എന്താണ്, ഇതുപോലുള്ള മാക്സിമം ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എത്രത്തോളം ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും എളുപ്പം ഉണ്ടാവും നമുക്ക് ഒരു ഡിവൈസിനെ ഹാക്ക് ചെയ്ത് അതിന്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമുക്കൊരു വിക്ടിം ക്ലയന്റും എടുക്കാം. നമ്മൾ ഹാക്കർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ക്ലയന്റും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഡിവൈസിന്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ വിക്ടിം ഡിവൈസ് വിൻഡോസ് 7 റൺ ചെയ്യുന്ന IP അഡ്രസ് 192.168.1.20 ഉള്ള ഒരു മെഷീനും, നമ്മൾ ഹാക്കർ എന്നുള്ള നിലക്ക് നമ്മളുടെ ഡിവൈസ് മാക് സിസ്റ്റം ആണ്, ആപ്പിൾ ഡിവൈസ് ആണ്, IP അഡ്രസ് 192.168.1.37 എന്നുള്ള ഒരു ഡിവൈസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോ ഈ നെറ്റ്വർക്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വിക്ടിം സിസ്റ്റം ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്നത് റൗട്ടറുമായിട്ടാണ്, നമ്മുടെ ആക്സസ് പോയിന്റുമായിട്ടാണ്. അപ്പൊ എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് വിക്ടിം ടു നമ്മുടെ ആക്സസ് പോയിന്റ് ആൻഡ് ആക്സസ് പോയിന്റ് ടു എക്സ്റ്റേണൽ റിസോഴ്സസ്, ആൻഡ് റെസ്പോൺസ് പോകുന്നതും ആക്സസ് പോയിന്റ് ടു വിക്ടിം എന്നുള്ള രീതിയിലാണ് റെസ്പോൺസസ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ മാൻ ഇൻ ദ മിഡിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. മാൻ ഇൻ ദ മിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്ടിം ഇനി മുതൽ ഡയറക്ട്ലി റൗട്ടറുമായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ആക്സസ് പോയിന്റുമായിട്ട് ആയിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി മുതൽ ഇതിന്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും പോകുന്നത് ത്രൂ ഹാക്കറുടെ സിസ്റ്റം ആയിരിക്കണം. ഹാക്കറുടെ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്തിട്ട് വേണം എല്ലാ കമ്മ്യൂണിക്കേഷനും ആക്സസ് പോയിന്റിലേക്ക് പോകാൻ. ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിനും, ഈ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസിനും ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ മറ്റ് ഡിവൈസുകൾ, അതായത് ഈ നെറ്റ്വർക്കിൽ ഉള്ള മറ്റ് ഡിവൈസുകളുടെ IP അഡ്രസ്സും MAC അഡ്രസ്സും ഉള്ള ഒരു ടേബിൾ എല്ലാ ഈ നെറ്റ്വർക്കിന്റെ അകത്തുള്ള എല്ലാ ഡിവൈസസിനും ഉണ്ടാവും. അപ്പൊ നമ്മളുടെ വിക്ടിം മെഷീനിൽ ഒരു ടേബിൾ ഉണ്ടാവും, നമ്മളുടെ ആക്സസ് റൗട്ടറിന്റെ അകത്ത് ഒരു ടേബിൾ ഉണ്ടാവും, ആൻഡ് നമ്മളുടെ ഹാക്കർ എന്നുള്ള നമ്മളുടെ മെഷീന്റെ അകത്തും ഒരു ടേബിൾ ഉണ്ടാവും. അപ്പോൾ ഈ നെറ്റ്വർക്കിന്റെ അകത്തുള്ള മറ്റ് സിസ്റ്റത്തിന്റെയും മെഷീൻസിന്റെയും കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസസിന്റെയും IP അഡ്രസ്സും MAC അഡ്രസ്സും നമുക്ക് നമ്മുടെ ഇതിലുണ്ടാവും. നമ്മൾ ഇവിടെ ഇതിൽ ചെയ്യാൻ പോകുന്ന മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിക്ടിം മെഷീനെയും റൗട്ടറിനെയും നമ്മൾ കളിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വിക്ടിം മെഷീനോട് പറയും ഹാക്കർ റൗട്ടറിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് ഇനി എന്റെ IP അഡ്രസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ കളിപ്പിക്കുകയാണ്. വിക്ടിമിനെയും കളിപ്പിക്കും, അതേസമയം തന്നെ നമ്മൾ റൗട്ടറിനെയും കളിപ്പിക്കും. നമ്മൾ പറയും നമ്മളുടെ വിക്ടിമിന്റെ IP അഡ്രസ് ഇനി മുതൽ നമ്മളുടെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. വിക്ടിമിനെയും റൗട്ടറിനെയും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു മെക്കാനിസത്തിലൂടെയാണ് നമ്മൾ മാൻ ഇൻ ദ മിഡിൽ എന്നുള്ള ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ ഇനി മുതലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും, വിക്ടിം ടു ആക്സസ് പോയിന്റ് ഉള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഇനി പോകുന്നത് ഹാക്കർ വഴിയായിരിക്കും. വൺസ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വിക്ടിം സെൻഡ് ചെയ്യുന്ന എല്ലാ മെസ്സേജസും, എല്ലാ മെയിൽസും, എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും എല്ലാ കമ്മ്യൂണിക്കേഷനും പോകുന്നത് ഹാക്കറുടെ മെഷീൻ ത്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ വിക്ടിമിന്റെ എല്ലാ ഡാറ്റയിലേക്കും ഹാക്കർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആക്സസ് ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലി അച്ചീവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നെറ്റ്വർക്കിലുള്ള മറ്റ് മെഷീൻസിന്റെ മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ZenMap.
നമുക്ക് ZenMap ടൂളിന്റെ അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ZenMap ടൂളിന്റെ അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ടാർഗറ്റ് എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും ആൻഡ് പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും. അപ്പം നമ്മളൊരു ടാർഗറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഏത് ആക്സസിന്റെ റൗട്ടറിന്റെ ആണ് നെറ്റ്വർക്കിൽ നിന്ന് എല്ലാ ഡിവൈസും കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ IP അഡ്രസ്സ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്രൊഫൈൽസ്, പല ടൈപ്പ് പ്രൊഫൈൽസ് ഉണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് മതി എങ്കിൽ നമുക്ക് ഒരു പ്രൊഫൈൽ എടുക്കാം, അല്ലെങ്കിൽ മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെങ്കിൽ വേറൊരു പ്രൊഫൈൽ എടുക്കാം. ഈ ZenMap എന്ന് പറയുന്ന ടൂള് തന്നെ കണ്ടമാനം പഠിക്കാനുള്ളതാണ്. നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മളുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ നെറ്റ്വർക്കിന്റെ IP അഡ്രസ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 192.168.1.1/24 എന്ന് കൊടുക്കുന്നത് ആ റേഞ്ചിലുള്ള എല്ലാ ഡിവൈസസും, ആ IP അഡ്രസ്സ് വരുന്ന എല്ലാ ഡിവൈസസും ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ bar24 എന്ന് കൊടുക്കുന്നത്. അതിന്റെ താഴെ കമാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്, ഈ കമാൻഡ് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് വഴിയാണ്, ZenMap എന്നുള്ളൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് ZenMap ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഈ കമാൻഡ് ടെർമിനലിൽ ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇതേ ഡാറ്റ തന്നെ ഫെച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ കമാൻഡ് ജനറേറ്റ് ആവുന്നത്. ഇൻ കേസ് നമുക്ക് ഈ കമാൻഡ് ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്ത് ടെർമിനലിൽ കൊടുത്താലും ഈ സെയിം ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പ്രൊഫൈൽസിന്റെ അകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത് നോക്കാൻ പോകുന്നത് പിങ് സ്കാൻ എന്ന് പറഞ്ഞ സ്കാനാണ്. അതിലെന്ന് പറഞ്ഞാൽ മിനിമം ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. ഏതൊക്കെ ഡിവൈസസ് ഇതിൽ ഈ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ഉണ്ട് എന്നുള്ള ഇത് മാത്രമേ കിട്ടത്തുള്ളൂ ഈ പിങ് സ്കാനിൽ. ഇത് ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും. ഇതിൽ IP അഡ്രസ് എന്താണ്, ആ മെഷീൻ്റെ IP അഡ്രസ് എന്താണ്, ഏത് മെഷീനാണ് കണക്ട് ചെയ്യിക്കുന്നത്, അതിൻ്റെ മാനുഫാക്ചറർ ആരാണ്, ഇത്തരം ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളുടെ പിങ് സ്കാനിൽ കിട്ടുന്നത്. അധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് പിങ് സ്കാനിൽ കിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ക്വിക്ക് സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളുടെ പിങ് സ്കാൻ കിട്ടിയ പോലെ ഉടനെ ഒന്നും കിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കും ഇതിന്റെ പ്രോസസ്സിങ്. ആൻഡ് ഇതിൽ കുറച്ചധികം ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഈ ഡിവൈസസിന്റെ പോർട്ട് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഓപ്പൺ ആയിട്ടുള്ള പോർട്ട് ഏതുകളൊക്കെയാണ്, ഇതുപോലുള്ള ഇൻഫർമേഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്വിക്ക് സ്കാനിൽ അവൈലബിൾ ആവും. പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് എത്ര അധികം ഇൻഫർമേഷൻസ് കിട്ടുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്ക് ഹാക്കിംഗ് എളുപ്പമാവും. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ക്വിക്ക് സ്കാൻ പ്ലസ്. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചധികം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ക്വിക്ക് സ്കാൻ പ്ലസിൽ നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് അവൈലബിൾ ആവും. ആ ഡിവൈസിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ക്വിക്ക് സ്കാൻ പ്ലസ് വഴി ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ് ആണെങ്കിലും ക്വിക്ക് സ്കാൻ പ്ലസ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും, എല്ലാ ഡിവൈസസിന്റെയും മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് ക്വിക്ക് സ്കാൻ പ്ലസ് വഴി ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാ മെഷീൻസിന്റെയും എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. IP അഡ്രസ് എന്താണ്, MAC അഡ്രസ് എന്താണ്, ആൻഡ് അതിന്റെ OS എന്താണ്, അതിൽ യൂസ് ചെയ്യുന്ന വേർഷൻ എന്താണ്, ഹാർഡ്വെയർ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള പോർട്സ് എന്തൊക്കെയാണ്, ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മാൻ ഇൻ ദ മിഡിൽ എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ വിക്ടിമിനെയും നമ്മളുടെ റൗട്ടറിനെയും നമ്മൾ കളിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ARP സ്പൂഫിംഗ്. അങ്ങനെ സ്പൂഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വിക്ടിം മെഷീനോട് പറയും 192.168.1.1, അതായത് റൗട്ടറിന്റെ IP അഡ്രസ് എന്റെയാണ് എന്ന് പറയും. ആൻഡ് റൗട്ടറിനോട് പറയും വിക്ടിമിന്റെ IP അഡ്രസ് ആയ 192.168.1.20 ഞാനാണ് എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ വിക്ടിം ആൻഡ് റൗട്ടർ കൺഫ്യൂസ് ആവും. മാൻ ഇൻ ദ മിഡിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്കിനി ARP സ്പൂഫിംഗ് നമ്മുടെ വിക്ടിം മെഷീനിലും നമ്മുടെ റൗട്ടർ മെഷീനിലും ചെയ്യണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ട കമാൻഡ് ഇതാണ്, ARP സ്പൂഫ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ വിക്ടിം മെഷീനിലുള്ള IP അഡ്രസ് ടേബിൾ ആണ് അത്. അപ്പോൾ ആ IP അഡ്രസ് ടേബിൾ എടുത്ത് നമ്മുടെ ഇവിടെ കൊടുക്കണം, വിക്ടിം മെഷീനിൽ കൊടുക്കണം ARP സ്പൂഫ്, വിക്ടിം മെഷീന്റെ അഡ്രസ്സും ആൻഡ് ടാർഗറ്റ് മെഷീന്റെ അഡ്രസ്സും കൊടുക്കുക. ആൻഡ് ഇതേപോലത്തെ തന്നെ പാരലലി നമ്മൾ വേറൊരു ടെർമിനൽ കൂടി എടുക്കണം. ആ ടെർമിനലിൽ നമ്മൾ റൗട്ടറിനുള്ള ARP സ്പൂഫിങ്ങും പാരലലി കൊടുക്കണം. ആദ്യം കൊടുക്കുന്നത് ടാർഗറ്റിന്റെ IP അഡ്രസ്സും രണ്ടാമത്തേത് കൊടുക്കേണ്ടത് നമ്മളുടെ
വിക്ടിമിന്റെ IP അഡ്രസ്സും ആണ് കൊടുക്കേണ്ടത്. മുകളിൽ കൊടുത്തേക്കുന്ന ടെർമിനൽ നമ്മൾ വിക്ടിമിനെ ഫൂൾ ചെയ്യാനും രണ്ടാമത് താഴെ കൊടുത്തേക്കുന്ന ടെർമിനൽ നമ്മളുടെ റൗട്ടറിനെ ഫൂൾ ചെയ്യാനുള്ളതാണ്. ഈ രണ്ട് ടെർമിനലും പാരലലി വേണം റൺ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ രണ്ട് ടെർമിനലും പാരലൽ റൺ ആയി. ഇനി നമുക്ക് നമ്മുടെ വിക്ടിം മെഷീനിൽ പോയി നമ്മളുടെ കൺഫിഗറേഷൻ ചെക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റൗട്ടറിന്റെ IP അഡ്രസ്സിനെ അലോക്കേറ്റ് ചെയ്തേക്കുന്ന MAC അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും. ഇത് നേരത്തെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന IP അഡ്രസ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോ വിക്ടിമിന്റെ നോട്ടത്തിൽ റൗട്ടർ എന്ന് പറയുന്നത് ഹാക്കറുടെ മെഷീനാണ്. അപ്പൊ ഇനി മുതൽ വിക്ടിം കൊടുക്കുന്ന എല്ലാ റിക്വസ്റ്റും പോകുന്നത് ഹാക്കറുടെ മെഷീൻ ത്രൂ ആയിരിക്കും റൗട്ടറിലേക്ക് പോകുന്നത്. ഇനി നമ്മുടെ ഹാക്കറുടെ മെഷീൻ ഒരു റൗട്ടർ അല്ല, അതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന റിക്വസ്റ്റ് ഒക്കെ റൗട്ടർ മെഷീനിലേക്ക് പോകാനായിട്ട് നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്തു കൊടുക്കണം. നമുക്ക് പോർട്ട് ഫോർവേഡിങ് ചെയ്യാനുള്ള ഫോമാറ്റ് ഇതാണ്. ഇപ്പൊ നമ്മളുടെ ഫോർവേഡിങ് കഴിഞ്ഞു. ഇനി മുതൽ നമ്മളുടെ വിക്ടിം കൊടുക്കുന്ന എല്ലാ റിക്വസ്റ്റും ഹാക്കറിൽ വരും ആൻഡ് ഹാക്കറിൽ നിന്ന് അത് റൗട്ടറിലേക്ക്, ഒറിജിനൽ റൗട്ടറിലേക്ക് ഫോർവേഡ് ആവും. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റുകളെല്ലാം അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഹാക്കർ മെഷീനിൽ ക്യാപ്ചർ ആവുന്നുണ്ടാവും. നമുക്ക് സ്പൂഫിംഗ് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ കൂടി ഉണ്ട്. ബെറ്റർ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ടൂൾ കൂടി നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ടെസ്റ്റ് ചെയ്യാം. ബെറ്റർ ക്യാപ്പ് എന്ന കീവേഡ് യൂസ് ചെയ്യുക ആൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏത് ഇന്റർഫേസ് ആണോ ആ ഇന്റർഫേസിന്റെ പേര് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ ഏത് ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വേറൊരു ടെർമിനൽ കൂടി ഓപ്പൺ ചെയ്യുക ആൻഡ് ഇഫ് കോൺഫിഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ടെർമിനലാണ് ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യാൻ പോണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ETH0 എന്നുള്ള ഇന്റർഫേസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണേ. ETH0 എന്നുള്ള ഇന്റർഫേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേറൊരു ടെർമിനലിൽ തന്നെ വേറൊരു ലുക്ക് ആൻഡ് ഫീലിലുള്ള ഒരു ഇത് ഓപ്പൺ ആവും, ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. നമ്മൾ ഇനി ബെറ്റർ ക്യാപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലെ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ നേരത്തെ ചെയ്ത ARP സ്പൂഫിംഗ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ഇനി നേരത്തെ ചെയ്ത ARP സ്പൂഫിംഗ് ഒന്നുകൂടി ചെയ്യാം, ബെറ്റർ ക്യാപ്പ് ത്രൂ ചെയ്തു നോക്കാം. net.show എന്നുള്ള ഒരു കമാൻഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലയൻസിനെയും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ARP സ്പൂഫിംഗിൽ നമ്മൾ ചെയ്ത് നമ്മുടെ ഡിവൈസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ബെറ്റർ ക്യാപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോണ ഇതിന്റെ IP അഡ്രസ് ആണ് 10.0.2.7 എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിവൈസസ് ഏതൊക്കെയാണെന്നും നമ്മളുടെ നെറ്റ്വർക്കിലുള്ള ഡിവൈസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാൻ ഇൻ ദ മിഡിൽ എന്നുള്ളത് നമ്മൾ ബെറ്റർ ക്യാപ്പിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ബെറ്റർ ക്യാപ്പിൽ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ARP spoof ഡോട്ട് ഫുൾ ഡ്യൂപ്ലെക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വിക്ടിമിനെയും റൗട്ടറിനെയും സെപ്പറേറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫീച്ചർ ഓൺ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ കമാൻഡിൽ തന്നെ വിക്ടിമിനെയും റൗട്ടറിനെയും ഒറ്റ കമാൻഡിൽ തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ARP സ്പൂഫ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്നുള്ള ഫീച്ചറിനെ നമുക്ക് ട്രൂ ആക്കി കൊടുക്കാം, ഓൺ ആക്കാം. നമുക്ക് അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ബെറ്റർ ക്യാപ്പിൽ ഏത് മോഡ്യൂളിന് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യാം. അതിന് സെറ്റ് കമാൻഡും അതിന്റെ കൂടെ തന്നെ ഏത് മോഡ്യൂളാണ് അതിന്റെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഏത് ടാർഗറ്റിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. ആ അറ്റാക്ക് ചെയ്യുന്ന ടാർഗറ്റിന്റെ IP അഡ്രസ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ARP സ്പൂഫ് ടാർഗറ്റ് ആൻഡ് ആ ടാർഗറ്റിന്റെ അഡ്രസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോമയിട്ട് മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടാർഗറ്റ്സിന്റെ IP അഡ്രസ്സും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ് IP അഡ്രസ് 10.7 ആണ്. ഇപ്പൊ നമ്മുടെ ടാർഗറ്റിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ARP സ്പൂഫ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് റൺ ചെയ്യാം ആൻഡ് നമുക്ക് ടാർഗറ്റിനെയും റൗട്ടറിനെയും ഇനി നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ നോക്കാം, മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഇവിടെ മാൻ ഇൻ ദ മിഡിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് നമുക്ക് ഇനി നമ്മുടെ ടാർഗറ്റ് മെഷീനിൽ പോയി ചെക്ക് ചെയ്തതിനാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റൗട്ടറിന്റെ MAC അഡ്രസ് നമ്മളുടെ സിസ്റ്റത്തിന്റെ, അതായത് ഹാക്കറുടെ MAC അഡ്രസ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും.
ഇനി നമ്മളുടെ വിക്ടിം മെഷീൻ എന്ത് മെസ്സേജ് സെൻഡ് ചെയ്താലും എന്ത് വെബ്സൈറ്റ് ആക്സസ് ചെയ്താലും അത് പോകുന്നത് ഹാക്കറുടെ മെഷീൻ ത്രൂ മാത്രമായിരിക്കും നമ്മളുടെ ആക്സസ് പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ വിക്ടിം ഇനി ടൈപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ മെസ്സേജസും ഹാക്കർക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ക്യാപ്ചർ ചെയ്ത ഡാറ്റ, അതായത് വിക്ടിം പാസ് ചെയ്യുന്ന ഓരോ മെസ്സേജസും നമുക്ക് നമ്മളുടെ ഹാക്കറുടെ മെഷീൻ ത്രൂ ആ പോകുന്നതെന്ന് പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബെറ്റർ ക്യാപ്പിന്റെ ടൂൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വയർ ഷാർക്ക് യൂസ് ചെയ്യാം. നമുക്ക് ബെറ്റർ ക്യാപ്പിന്റെ ഏത് ടൂളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് net.sniff എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട് ബെറ്റർ ക്യാപ്പിന്റെ അകത്ത്. നമ്മൾ അത് യൂസ് ചെയ്താണ് ഈ വിക്ടിം എന്തൊക്കെയാണ് മറ്റു വിക്ടിമിന്റെ മെഷീനിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. net.sniff എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വിക്ടിം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹാക്കറുടെ മെഷീനിലിരുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ വിക്ടിമിന്റെ മെഷീനിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ വിക്ടിമിന്റെ മെഷീനിൽ എന്ത് വെബ്സൈറ്റ് എടുത്താലും ഏത് വെബ്സൈറ്റ് ആണ് കാണുന്നതെന്ന് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഹാക്കറുടെ മെഷീനിൽ net.sniff എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കാലി മെഷീനിൽ net.sniff എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. അതിൽ നമ്മളുടെ വിക്ടിമിന്റെ മെഷീനിൽ റൺ ചെയ്യുന്ന എല്ലാ ഇതും കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ആക്ഷൻസും വിക്ടിം ചെയ്യുന്നത് നമുക്ക് ഈ സ്നിഫ് എന്ന് പറഞ്ഞ ടൂളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വിക്ടിം മെഷീനിൽ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ലോഗിൻ സ്ക്രീൻ ഉണ്ട്. നമുക്ക് ആ ലോഗിൻ സ്ക്രീൻ പ്രസ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു നോക്കാം. ആൻഡ് ഇതെങ്ങനെയാണ് നമ്മളുടെ ഹാക്കറുടെ മെഷീനിൽ ക്യാപ്ചർ ആവണമെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. ആൻഡ് നമ്മളിവിടെ ലോഗിൻ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ net.sniff എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ ഹാക്കറുടെ മെഷീനിൽ ഇത് റൺ ആവുന്നതുകൊണ്ട് നമുക്ക് അതെല്ലാം വിസിബിൾ ആയിട്ട് കാണിച്ചു തരും. നമുക്ക് ഇവിടെ വിക്ടിം ടൈപ്പ് ചെയ്തേക്കുന്ന യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്ത് തന്നെ നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും നമുക്ക് നമ്മുടെ വൈഫൈയിൽ കണ്ടിട്ടുള്ള എല്ലാ ഡിവൈസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.